ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ വളരെ പരിചയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫുഡ് ബ്ലോഗർ മൃണാളിന്റെ ഹംഗ്രി മൃണാൾ എടപ്പള്ളി ഔട്ട്ലെറ്റിലാണ് കേട്ടോ. സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ മൃണാൾ വ്ളോഗ്സ്. നമസ്കാരം, ഞാൻ മൃണാൾ എന്നും പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ മൃണാൾ തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഹംഗ്രി മൃണാൾ. മൃണാളിൻ്റെ ഹംഗ്രി ശമിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ഈ പറയുന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇപ്പോൾ വളരെ മോശം റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മോശം റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ട്രൗസർ കീറും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ മൃണാളിനെ നിങ്ങൾക്കറിയാലോ, നാടായ നാട് മുഴുവൻ, അതായത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെയുള്ള പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണിട്ട്, അതായത് ചെറിയ കടയാണെങ്കിലും വലിയ കടയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള കുറച്ചധികം പുച്ഛം വാരി വിതറുന്ന ഒരു ഫുഡ് വ്ളോഗർ, അതാണ് മൃണാൾ. നമസ്കാരം, ഞാൻ മൃണാൾ. ഈ മൃണാളിനെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അതായത് മൃണാളിൻ്റെ വീഡിയോ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് പണ്ട് എൻ്റെ കൂടെ എറണാകുളത്ത് സഹമുറിയനായിട്ടുണ്ടായിരുന്ന ഒരു പ്രമോദാണ്. പ്രമോദ് ഡെയിലി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും, എടോ ഇയാളുടെ വീഡിയോ ഉണ്ടോ, കിടിലനാണ്, സൂപ്പറാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മൃണാളിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി തുടങ്ങി. അപ്പം നോക്കുമ്പോൾ ആദ്യമെല്ലാം അടിപൊളിയാണ്, കാണാൻ നല്ല രസം. നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊള്ളാലോ, നമുക്ക് പോയി കഴിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു രീതിയിലുള്ള ഫുഡ് വ്ളോഗിങ് ആയിരുന്നു മൃണാൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പൈസ മേടിച്ചിട്ടാണോ അതോ എന്താണെന്നറിയില്ല, മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ എങ്ങനെയാണെന്നറിയില്ല, സംഭവം പിന്നീട് കുറേ പാവപ്പെട്ടവരുടെ റെസ്റ്റോറൻറ്റിലും ഈ പറയുന്ന തട്ടുകടയിലെല്ലാം പോയിട്ട് കുറച്ച് ഇങ്ങനെ അവരുടെ കച്ചവടം പൂട്ടിക്കുന്ന രീതിയിലൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം പുള്ളിക്കാരൻ എറണാകുളം എടപ്പള്ളിയിൽ ഒരു വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അറിയാലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ മഹിമകൾ ഇങ്ങനെ പാടി നടക്കുകയായിരുന്നു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 വീലേഴ്സിന് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ജീത്തു ജോസഫിനെ പോലുള്ള ഡയറക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും എന്നൊക്കെയാണ് ഇങ്ങനെ പറയപ്പെടുന്നത്, അറിയില്ല. ഓക്കെ, അപ്പം നിലവിൽ ഇപ്പം ബൈക്കുമായിട്ട് ചെല്ലുന്നവർക്ക് മാത്രമേ അവിടെ പാർക്കിംഗ് ഉള്ളൂ. അങ്ങനെയുള്ളവർ കയറിയാൽ മതി, കഴിച്ചാൽ മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇത് സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക, വരിക, കഴിക്കുക, ഇതാണ് പരിപാടി. അതായത് ഇപ്പോൾ ചോറാണ് കഴിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പാറും പപ്പടവും അച്ചാറും മാത്രമേ വേണ്ടെങ്കിൽ അത് മാത്രം മേടിക്കുക, വരിക, കഴിക്കുക. പക്ഷേ ഓരോന്നിനും ഓരോ റേറ്റാണ്. അതായത് ചോറ് നമ്മുടെ സാധാരണ ഒരു 60 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഈ പറയുന്ന സാമ്പാറുണ്ടാവും, മോരുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടയിൽ ഓരോന്നിനും ഓരോ റേറ്റാണ്. അതായത് സാമ്പാറിന് 20 രൂപ, മോരുകറിക്ക് 19 രൂപ, 9 രൂപ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള റേറ്റാണ് ഇദ്ദേഹം മേടിക്കുന്നത്. അതൊരു പുതിയൊരു കൺസെപ്റ്റ് തന്നെയാണ്, നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ മൊത്തം കഴിച്ച് ടോട്ടൽ ചെയ്ത് നോക്കുമ്പം 150 രൂപയാകും. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹോട്ടൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര വിശ്വസനീയമല്ല മൃണാളേട്ടൻ. അപ്പം നമ്മുടെ ഈ ഹോട്ടലിൽ, അതായത് മൃണാളേട്ടൻ്റെ ഹോട്ടലിൽ പോയ ഒരു ആൾ ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒരു ചോറ്, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, കൂട്ടുകറി, അച്ചാറ്, രസം, മോര്, പായസം, പപ്പടം, ഇത്ര ഐറ്റംസ് ആണ്. ബേസിക്കലി പറഞ്ഞാൽ ഒരു വെജ് ഫുൾ മീൽസ് ഉണ്ട് കേട്ടോ. ചോറും ബാക്കി 9 ഐറ്റംസും അടങ്ങിയ ഈ മീൽസിന് എനിക്ക് വന്ന ബില്ല് എന്ന് പറയുന്നത് 167 രൂപയാണ്. അതിൽ ചോറ്, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, പായസം എന്നിവയ്ക്ക് 20 രൂപ വീതവും, കൂട്ടുകറിക്ക് 25 രൂപയും, പപ്പടത്തിന് 7 രൂപയും, അച്ചാറിന് 5 രൂപയും, മോരിന് 9 രൂപയും, രസത്തിന് 13ഉം, പിന്നെ ഇതിനെല്ലാം 5% GST കൂട്ടിയിട്ട് 167 രൂപയാണ് ടോട്ടൽ ആയത്. അതായത് 167 രൂപ കൊടുത്താൽ ഏതൊരു സാധാരണക്കാരനും നമ്മുടെ മൃണാളിൻ്റെ ഹംഗ്രി മൃണാളിൽ നിന്നും ഊണ് കഴിക്കാം. 167 രൂപയേ ഉള്ളൂ. സിമ്പിൾ, ചെറിയ ഏത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഹോട്ടലാണ്. അപ്പം 167 രൂപയുള്ള ഏതൊരു സാധാരണക്കാരനും പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സാമ്പാർ മാത്രമേ മതിയെങ്കിൽ 20 രൂപ കൊടുത്തിട്ട് സാമ്പാറും മേടിച്ച് ചോറും മേടിച്ച് കഴിക്കാം, അതും വേറെ കാര്യം. പക്ഷേ നമ്മൾ ഈ പറയുന്ന 167 രൂപയും കൊണ്ട് വേറൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൃഷ്ടാനം ഫുഡും കഴിക്കാം, അതായത് ചോറും കഴിക്കാം, രണ്ടാമതും ചോറ് മേടിക്കാം,
പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു അയല വറുത്തതോ അല്ലെങ്കിൽ മത്തി പൊരിച്ചതോ ഇതൊക്കെ മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് ഏത് ഹോട്ടലിൽ പോകണമെന്നും എന്ത് കഴിക്കണം എന്നുള്ളത് പോകുന്നവരുടെ ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഹോട്ടല് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന മൃണാളിൻ്റെ ആ ഒരു തള്ളൽ 167 രൂപയുള്ളൂ അവിടുത്തെ ഊണ്. അതായത് ഫുൾ മീലിന് 167 രൂപയുള്ളൂ. ഓക്കെ, ഇവിടുത്തെ ഫുഡ് കൂട്ടുകറി ഒഴികെ എല്ലാം തന്നെ ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ പുളിശ്ശേരി ആൻഡ് മോരില് പുളി ഇല്ലാത്തതായിരുന്നു കേട്ടോ. കുറച്ചും കൂടി പുളി ഉള്ളതായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടം. ക്വാണ്ടിറ്റി വൈസ് സാമ്പാർ ആൻഡ് പുളിശ്ശേരി കുറവല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതൊരു സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് ആണെന്നാണല്ലോ മൃണാൾ ചേട്ടൻ പറയണത്. അതായത് ഒരു ചോറും 1-2 കറിയും ഒക്കെ വാങ്ങി കഴിക്കാനുള്ള സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചോറും സാമ്പാറും മാത്രം മതിയെങ്കിൽ തന്നെ 60+ GST ആവും. കാരണം ഇത്രയും ചോറ് കഴിക്കാൻ എനിക്ക് 2 സാമ്പാർ വേണ്ടി വരും. എനിക്ക് നല്ല ശരാശരി എല്ലാവർക്കും അങ്ങനെയാവും. അപ്പോ ഇതൊരു സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് ആണോ? ആവോ? ഒരിക്കലും ആവൂല. സാധാരണക്കാരുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഈ 60 രൂപയ്ക്ക് സാമ്പാറും ചോറും മാത്രം കൊണ്ടിട്ട് പോകേണ്ടി വരില്ല. പക്ഷെ ചേച്ചി, ഇതൊന്നും വന്നിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പറയരുത്. നമ്മുടെ മൃണാളണ്ണൻ കലിപ്പാവും. കാരണം ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പുച്ഛം, വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി അവിടെ പോയി കഴിച്ച് മിണ്ടാണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുക. ആരും അഭിപ്രായം പറയാൻ വേണ്ടി പാടില്ല. പിന്നെ അവിടുത്തെ വൃത്തിൻ്റെ കാര്യം, ഇദ്ദേഹം അതായത് മൃണാള് മിക്ക ഹോട്ടലിലും ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് വൃത്തിനെ കുറിച്ച്. ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ വൃത്തിനെ കുറിച്ച് ഇതേ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ഈച്ചക്കഥ, ക്വാളിറ്റിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന മൃണാൾ ചേട്ടൻ ഈ ഈച്ചകളെ ഒന്ന് തുരത്താൻ എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു. ഈച്ച ശല്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഈച്ചൻ്റെ കാര്യം നമ്മുടെ മൃണാളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃണാൾ പണ്ട് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി മറ്റേ മൈ ബോസിൻ്റെ അകത്ത് പറയുന്ന പോലെ ഈ ഈച്ചയൊന്നും ഞാനിവിടെ വളർത്തുന്നതല്ല എന്നും പറഞ്ഞിട്ട് കൈമലർത്തും. ഈച്ച എടുത്തോണ്ടോന്ന് തോന്നി. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല. ധർമ്മജൻ പറയുന്ന ഡയലോഗ് ഈച്ച ഞാൻ വളർത്തുന്ന ഈച്ച. അദ്ദേഹത്തിന്റെ ഒരു തമാശ പറഞ്ഞിട്ട് ചിരിയുണ്ട്. ഈ ഈച്ചയൊന്നും ഞാനിവിടെ വളർത്തുന്നത്, താനിവിടെ വളർത്തുന്ന ഈച്ചയാണെങ്കിൽ അല്ലെങ്കിലും അവിടെ വരുന്ന കസ്റ്റമർക്ക് ഈച്ചയില്ലാത്ത ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഓക്കെ, അത് താങ്കൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഇത് കഴിക്കാൻ വരുന്ന നമ്മൾ ഈച്ച ബാറ്റുമായിട്ട് വന്നിട്ട് ഈച്ചനെ പിടിച്ചോണ്ടിരിക്കണം. താങ്കളുടെ റെസ്റ്റോറൻറ്റിൽ ഈച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണ്. അതിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാനുള്ളതിന് പകരം അയ്യോ ഞാൻ വളർത്തുന്ന ഈച്ചയല്ല എന്നും പറഞ്ഞിട്ട് ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയി ഇതേപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് റിമൂവ് ചെയ്യും, എന്നിട്ട് നമ്മളെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അദ്ദേഹത്തിന് കലിപ്പാകും. ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കമൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളോട് ഇദ്ദേഹം പറയുന്ന മറുപടി അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. DC മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നുമോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീ എവിടുന്ന് വരുന്നടാ? സി, ദർ ആർ ഓൺലി 3 പോസിബിലിറ്റീസ്. ഒന്നുകിൽ നീ ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. സോറി ചേട്ടാ, നമ്മൾ ഇനി ബിരിയാണീനെ കുറിച്ച് നമ്മുടെ ഷെഫ് പിള്ളേൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഹംഗ്രി മൃണാളിൽ കയറിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് പിന്നെ ഇദ്ദേഹത്തോടൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത്? അതായത് അവിടുന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ള ബിരിയാണീനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേനും പറയുന്ന ഡയലോഗാണ് നിനക്ക് ബിരിയാണീനെ കുറിച്ച് അറിയില്ല. എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? അതും പുച്ഛമാകും. എടോ, ബിരിയാണി ഓരോ ദിവസവും ചിലപ്പം പല ടേസ്റ്റിൽ ചിലപ്പോൾ വരും. ചിലപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ പോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ നാളെ ഉണ്ടാക്കുക. ചിലപ്പോൾ ഇന്ന് മേടിക്കുമ്പം ചിലപ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റും, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നാളെ മേടിക്കുമ്പോൾ ചിലപ്പോൾ അത് മോശമായിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ഇതേപോലെ ശോകമാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മോനെ അത് ചിലപ്പോൾ എന്തെങ്കിലും ഇതായി പോയതായിരിക്കും, നാളെ നമുക്ക് അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കൂളായിട്ട് വിടേണ്ട കേസ് ഇയാൾ പഠിപ്പിക്കുകയാണ്. ബിരിയാണി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പഠനം അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയേണ്ടത്? ഓരോരോ ഉഡായിപ്പുമായിട്ട് ഇറങ്ങിയേക്കുവാണ്.
20 രൂപയ്ക്ക് സാമ്പാർ, 20 രൂപയ്ക്ക് അവിയൽ, എന്നിട്ട് മൊത്തം കൂട്ടിക്കഴിയുമ്പോൾ 160 രൂപ. എന്നിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ്. കൊള്ളാം. എന്നിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അവൻ അറിയില്ല എന്ന് പറയുക. എന്തരടോ ഇത്, എന്തോന്നിത്. അപ്പോൾ എന്താണ് മൃണാളിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും മൃണാളിനെ കുറിച്ചുമുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാടുണ്ട് പറയാനാണ്, ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ വേണം മൊത്തം വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ കുറ്റം പറയാനും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ വെറുതെ എന്തിനും ഒരു കാര്യമില്ലെന്ന്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ചങ്ങായി വന്നിട്ട് നമ്മളെ ചീത്ത പറയുന്നല്ലാണ്ട് ഇതിൽ വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹംഗ്രി മൃണാളിൽ പോയിട്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്നെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോയി കഴിക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് പലരും വന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും അവിടുത്തെ റേറ്റിനെ കുറിച്ചും. റേറ്റൊക്കെ പിന്നെ ഓക്കെ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ. 150 രൂപ 160 രൂപ ഊണിന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. സാധാരണക്കാർക്ക് ഇതൊക്കെ എന്തെന്ന് സിമ്പിളല്ലേ.